മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായവനേ നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ ആലംബമില്ലാതെ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസമായി വന്നു. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായവനേ നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ ആരംഭമില്ലാതലഞ്ഞപ്പോൾ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസമായി വന്നു. പ്രിയനെല്ലാം എന്നെ വെറുത്തു. ആഴമേറും മുറിവുകൾ എന്നിൽ നൽകി. ഞാൻ ചെയ്യാത്ത കുറ്റം ചുമത്തി എൻ മനസ്സിൽ ഒരുപാട് വേദന ഏകി. നൊമ്പരത്താൽ എൻ്റെ ഉള്ളം പുകഞ്ഞു. നേരും നിരാശയിൽ തിങ്ങി. അപ്പോഴവൻ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവിടില്ല. അപ്പോഴവൻ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവിടില്ല. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായവനേ നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ ആലംബമില്ലാതലഞ്ഞപ്പോൾ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസമായി വന്നു.
പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായി നീ എന്നാശ്രയം എല്ലാരും നിന്നെ പിരിഞ്ഞപ്പോൾ ആലംബമില്ലാതെരിഞ്ഞപ്പോൾ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസമായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസമായി വന്നു. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായി നീ ആശ്രയം എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ ആലംബമില്ലാതറിഞ്ഞപ്പോൾ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസമായി വന്നു. ദൈവത്തിന് സ്തുതി. സങ്കീർത്തനങ്ങൾ 34. ദൈവമേ, നിന്റെ ജീവനുള്ള പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ വായിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം രഞ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവിൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിക്കുകയും ചെയ്യുന്നവനാർ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും.
യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാർക്കുന്നു. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ. മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ. നീ
പ്രിയകരത്തിൻ്റെ ജന്മദിനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പോൾ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന വാഗ്ദത്തം ചെയ്ത നല്ല അപ്പ കർത്താവെ, ഞങ്ങൾക്ക് ഈ സന്ധ്യാസമയം കർത്താവെ ഞങ്ങൾക്ക് നിൻ്റെ പാദപീഠത്തിലായിരിക്കേണ്ടതായി നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുത്തെ പെരുമഴ പോലെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് നിൻ്റെ സാന്നിധ്യം ഇറക്കി നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മഴ പോലെ തീ പോലെ അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ പരിശുദ്ധമാവാം ദൈവമേ, ഞങ്ങളോട് മനസ്സറിയണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കടന്നു വന്നപ്പോൾ കർത്താവെ, അപ്പോൾ നിൻ്റെ ആണിപ്പാടുള്ള പാദവുമായി അവിടെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നുവല്ലോ നാഥാ. ഇന്നും അവിടുന്ന് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് സ്വർഗം ചായച്ചിറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ വിശുദ്ധ ദൂതന്മാരുമായി അവിടുന്ന് എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ ആ സ്വർഗം ഞങ്ങളെ സന്ദർശിക്കുന്ന നല്ല ദിവസത്തിനായി ഞങ്ങൾ പ്രസ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പോൾ അതിന് ഞങ്ങൾ നിന്റെ അരികിലേക്ക് കടന്നു വരുന്നു കർത്താവെ. അപ്പോൾ യെരൂശലേം മലഞ്ചെരുവിൽ കർത്താവെ, അപ്പോൾ അവിടുന്ന് എഴുന്നള്ളി വന്നപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് ജനങ്ങളെല്ലാം ഓടിക്കൂടിയതുപോലെ കർത്താവെ, എന്ന് ഞങ്ങൾ നിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ആശയോടെ അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. അപ്പോൾ നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവന്റെ വചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും നാഥൻ വ്യക്തിപരമായി അറിയുന്നുവല്ലോ പിതാവേ. അപ്പോൾ അവരുടെ ആത്മാക്കളെ അവിടുന്ന് കാണുന്നുവല്ലോ. അപ്പോൾ സ്തോത്രം ദൈവമേ. അപ്പോൾ ഞങ്ങളുടെ ഓരോ ആത്മാക്കളെയും അവിടുന്ന് ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നുവല്ലോ. അപ്പോൾ ഞങ്ങളുടെ ആത്മാക്കളോട് നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ആത്മാക്കളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ ചെറുതും വലുതുമായ ഓരോരുത്തരെയും നാഥൻ്റെ പുണ്യകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. അപ്പോൾ അവരുടെ ഓരോ ആവശ്യങ്ങളോടും കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ജീവൻ വേണ്ടെന്നവർക്ക് ജീവൻ ഉണ്ടാകുന്ന ദിവസമാക്കി തീർക്കണമേ. ആത്മാക്കളുടെ മേൽ വീണ്ടും ജന്നത്തിന്റെ കാറ്റ് ഊതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മാക്കൾ ഇന്ന് വീണ്ടും ജനിക്കുന്ന ദിവസമാക്കി തീർക്കണമേ. സ്വർഗത്തിൽ പേരെടുക്കുന്ന ദിവസമാക്കി തീർക്കണമേ അപ്പാ. അപ്പോൾ ഞങ്ങൾ ആത്മാവിൽ കർത്താവെ ബലമുള്ളവരായി തീരട്ടെ അപ്പാ. ആത്മാവിൽ വസ്ത്രം ധരിച്ചവരായി മാറട്ടെ അപ്പാ. കർത്താവെ, ശുദ്ധീകരിക്കുന്ന വചനം, കഴുകുന്ന വചനം ഞങ്ങൾക്ക് തരണമേ. വീണ്ടെടുക്കുന്ന വചനം ഞങ്ങൾക്ക് തരണമേ. വിടുവിക്കുന്ന വചനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ ആശ്വസിപ്പിക്കുന്ന വചനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കടന്നു വരുവാൻ ആഗ്രഹിച്ചിട്ടും കടന്നു വരാതെ ആരെങ്കിലും ഭവനത്തിലായിരിക്കുന്നുവെങ്കിൽ കർത്താവെ, അപ്പോൾ അവരെയും നിന്റെ മൃതകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ സാന്നിധ്യം തരുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങൾക്ക് നിന്റെ നിറഞ്ഞ സാന്നിധ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തി അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥന്റെ മുറിഞ്ഞകരം ഞങ്ങളുടെ മേൽ വെക്കണമേ. ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ആരംഭത്തിൽ തന്നെ രോഗസൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ അപ്പാ. ഹല്ലേലൂയ കർത്താവെ. രോഗസൗഖ്യങ്ങൾ കർത്താവെ ഞങ്ങളുടെ അവകാശമാകിയാൽ നന്ദി അപ്പാ. സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു അപ്പാ. നീ ഞങ്ങൾക്ക് വേണ്ടി അടിയേറ്റവനായി കിടക്കുന്ന ഞങ്ങൾ കാണുന്നു പിതാവേ. അപ്പാ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അവിടുന്ന് വിരൂപനായി കിടക്കുന്നത് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഹല്ലേലൂയ. നീ സ്വപ്നം കണ്ടവരായി മടങ്ങിപ്പോവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. ആദ്യോടന്തം കൂടിയിരിക്കണമേ കർത്താവേ. അപ്പോൾ ഈ ശുശ്രൂഷ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ നല്ലവനായ അപ്പനെയും ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ, ദേശത്തെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ഈ കൃഷ്ണന്റെ കർത്താവെ, ഈ അങ്കണത്തിൽ കടന്നു വന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കാലുവരി തറവാടിൽ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും കർത്താവെ, നിന്റെ രാജ്യത്തിൽ കാണപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദേശത്തോട് മനസ്സറിയണമേ കർത്താവെ. സ്വർഗത്തിലെ പോലെ നിന്റെ രാജ്യം വരണമേ. അപ്പോൾ ആ നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്വർഗരാജ്യം കർത്താവെ ഞങ്ങളുടെ ഭൂമിയിൽ വരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെ എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം, വടികൾക്കായി ജീവൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം വഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം വഴിയും. പിന്നെ
പുതുയുഗം വീതിയും തിരികെ വരാതെ നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വീതിയും തിരികെ വരാതെ നിത്യതയിൽ മറയും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ നാളുകൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവദൂതന്മാർ എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവദൂതന്മാർ ദൈവ തേജസ്സിന്റെ പ്രതിഫലനം, ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രതിഫലനമാണ് ദൈവത്തിന്റെ ദൂതന്മാർ എന്ന് നാം കഴിഞ്ഞ നാളുകളിൽ ചിന്തിക്കുകയായിരുന്നു. അതിൽ നമ്മൾ മനുഷ്യജീവികളും ദൂതന്മാരും എന്ന വിഷയമായിരുന്നു കഴിഞ്ഞ 2-3 മാസങ്ങളായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യജീവികളും ദൈവദൂതന്മാരും. നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 29-30 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അതിന് യേശു, ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തമത്രേ ഉണ്ടായത് എന്ന് പറഞ്ഞു. The crowd that was there and heard it said it had thundered. Other said an angel had spoken to him. Jesus said, this voice was for your benefit, not mine. എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തമത്രേ ഉണ്ടായത് എന്ന് യേശു പറഞ്ഞു. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അതെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുകയാണ്. നമുക്ക് ആ ഭാഗം ഒരിക്കൽ കൂടി വായിച്ച് കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക് വരികയാണ്. നമുക്കറിയാം, ലാസർ മരിച്ചു. 3 ദിവസമായി അവനെ കല്ലറയ്ക്കൽ വെച്ചിരിക്കുകയാണ്. അവൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിനെ അറിയിക്കുവാനായിട്ട് ആളയച്ചു. പക്ഷെ യേശുവിന് ആ സമയത്ത് എത്തിച്ചേരുവാൻ സാധിച്ചില്ല. 3 ദിവസം കഴിഞ്ഞ ശേഷമാണ് യേശു അവരുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. അവിടെ കടന്നു വന്നപ്പോൾ ലാസറിനെ ശവമടക്കിയിരുന്നു. ആ ലാസറും കല്ലറയ്ക്കുള്ളിൽ 3 ദിവസമായിരുന്ന ഒരു ബോഡിയുടെ അവസ്ഥ നമുക്കറിയാം. അത് ചീഞ്ഞു നാറാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ മാർത്തയും മറിയയും അവനെ എതിരേറ്റു. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണാമെന്ന് പറഞ്ഞു യേശുവിനെ ആ കല്ലറയ്ക്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. യേശു പറയുകയാണ്, നിങ്ങൾ ആ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റുവിനെന്ന്. എന്നിട്ട് യേശു കല്ലറയ്ക്കുള്ളിലേക്ക് തൻ്റെ കഴുത്ത് നീട്ടിക്കൊണ്ട് ലാസറിനെ വിളിക്കുകയാണ്, ലാസറേ പുറത്തു വരിക എന്ന്. ലാസർ ഇതാ ആ ശബ്ദം കേട്ട് കെട്ടപ്പെട്ടവനായി പുറത്തു വരികയാണ് ആ കല്ലറയ്ക്കുള്ളിൽ നിന്ന്. യേശു ആദ്യമായിട്ട് ഒരു മരിച്ച ഒരാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവരെ കാണുന്ന ഈ ലാസർ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ പ്രതീകമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുക. എൻ്റെ ആത്മാവിന്ന് ജീവനുള്ളവനാണോ അതോ എൻ്റെ ആത്മാവിന്ന് മരിച്ച അവസ്ഥയിലാണോ എന്ന് നാം ചിന്തിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് എങ്ങനെ അറിയാം നമ്മുടെ ആത്മാവിൽ ജീവനുണ്ടോ എന്ന്? ഒറ്റ ടെസ്റ്റ് നോക്കിയാൽ മതി. ജീവനുള്ളതെല്ലാം യഹോവയെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്തോത്രവും സ്തുതിയും വരുന്നുണ്ടോ എന്ന് മാത്രം നാം നോക്കിയാൽ മതി. നമ്മുടെ ഉള്ളിൽ നിന്ന് സ്തോത്രം വരുന്നില്ല, ഹല്ലേലൂയ വരുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മാവ് നാളുകളായി മരിച്ചു കിടക്കുകയാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥം. നാം പ്രാർത്ഥിക്കണം. എന്താണ് ഈ മാർത്ത, എന്താണ് ഈ മറിയ? മാർത്ത നമ്മുടെ ശരീരത്തിന്റെ പ്രതീകവും മറിയ നമ്മുടെ മനസ്സിന്റെ പ്രതീകവുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശരീരവും മനസ്സും ചേർന്ന് ഒരുമിച്ച് കർത്താവിനോട് അപേക്ഷിച്ചാൽ നമ്മുടെ ആത്മാവിനെ കർത്താവ് ജീവൻ നൽകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ആത്മാക്കൾ ജീവൻ പ്രാപിച്ചുകൊണ്ട് വേണം ഇന്ന് നമുക്ക് എവിടെ നിന്ന് മടങ്ങിപ്പോവാനായിട്ട്.
അതിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ അരികിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിനോട് ഈ ആരംഭ സമയം തന്നെ പറയാം. മാർത്തയും മറിയും പറഞ്ഞതുപോലെ, കർത്താവെ, ലാസർ മരിച്ചിരിക്കുന്നു, അവനെ ഞങ്ങൾ അടക്കിയിരിക്കുന്നു, നാളുകളായി നാറ്റം വമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണപ്പാ. എന്നാൽ ഞങ്ങളുടെ ആത്മാവിനെ നീ ഒന്ന് ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാർത്തയും മറിയും ചേർന്ന് യേശുവിനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. യേശു കണ്ണുനീർ വാർത്തുകൊണ്ട് ആ ലാസറിന് പേര് ചൊല്ലി വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാക്കൾ പേര് ചൊല്ലി എന്ന് വിളിക്കുകയാണ്. ആ ശബ്ദം ഇന്ന് മുഴക്കുകയാണ്. അപ്പാ, യേശുവിന്റെ ശബ്ദം, ജീവൻ തരുന്ന ശബ്ദം, അതാണ് ഈ ദൈവവചനം ഇന്ന് നമ്മളെ ജീവിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ വെറുതെ അല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കൾ ഇന്ന് ജീവൻ പ്രാപിച്ചുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ ഇന്ന് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുവാൻ. അതിനായി നമുക്ക് വായിച്ച് കേൾക്കാം 20-ാം വാക്യം മുതൽ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യം മുതൽ. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവൻ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. അതെ, യേശുവും ശിഷ്യന്മാരും ഈ ബേഥാനിയയ്ക്ക് അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞു, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസ് ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. അതെ പ്രിയപ്പെട്ടവരെ, തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. യവനദേശത്ത് നിന്ന് വന്നിരിക്കുന്ന ആളുകൾ പറയുകയാണ്, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് യേശുവിനെ കാണുവാനെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ നാം യേശുവിനെ കണ്ടിട്ടുണ്ടോ? നാം ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കുക. എനിക്ക് യേശുവിനെ കാണുവാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ യേശുവിനെ കണ്ടിട്ടുണ്ടോ? നാളുകളായി നാം യേശുവിനെ കുറിച്ച് കേൾക്കുന്നവരാണ്. പക്ഷെ വ്യക്തിപരമായി നാം യേശുവിനെ കണ്ടിട്ടുണ്ടോ? പിതാവാം ദൈവത്തെ നാം അറിഞ്ഞിട്ടുണ്ടോ? പുത്രനാം ദൈവത്തെ നാം അറിഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ നാം അറിഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. ഇന്ന് യേശു ഇത് നമ്മെ അറിയിക്കുന്നത്, യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് യേശുവിനെ കാണുവാൻ ഒരു അവസരം തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ യേശുവിനെ കാണുവാനുള്ള ഭാഗ്യം തരികയാണ്. ഇവിടെ വായിച്ചു കേട്ട എന്താണ്? ഞങ്ങൾക്കും യജമാനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, അല്പമെങ്കിലും താല്പര്യം നമുക്ക് തോന്നുന്നുണ്ടോ ഈ യേശുവിനെ എനിക്കൊന്ന് കാണണമെന്ന്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിന്റെ കണ്ണുകൾ തുറന്നാൽ മാത്രമേ യേശു എന്ന ശരീരപ്രകാരം ഈ ഭൂമിയിലില്ല, പക്ഷെ നമ്മുടെ ആത്മാവിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിനാണ് ഞാൻ പറഞ്ഞത്, ജീവൻ പ്രാപിക്കുന്ന ഒരു കാര്യം പറഞ്ഞത്. ലാസർ മരിച്ചവനായിരുന്നു, അവൻ ജീവൻ കിട്ടി. ജീവൻ കിട്ടിയപ്പോൾ അവനെ ആരെ കാണാൻ സാധിച്ചു? യേശുവിനെ കാണുവാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, അപ്പാ, ഞങ്ങളുടെ ആത്മാവിന്റെ കണ്ണ് തുറന്ന് ഈ യേശുവിനെ ഒന്ന് കാണണമെന്ന്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ നല്ല ആഗ്രഹം കർത്താവ് ഇന്ന് തന്നെ സാധിപ്പിച്ചു തരും. നിങ്ങൾക്ക് ആത്മ കണ്ണ് തുറന്ന് ഇവിടെ നിന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നമ്മുടെ പുത്രനായ യേശുവിനെയും പിതാവാം ദൈവത്തെയും കാണുവാൻ നമ്മുടെ കണ്ണുകൾ ഇന്ന് തുറന്നു തരിക തന്നെ ചെയ്യും. നമുക്ക് യേശുവിനെ മുഖാമുഖം കാണുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം തരും. അപ്പോൾ പറയുകയാണ്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന്. അതെ, തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നവനായ യേശുവിനെ കാണുവാൻ നമ്മുടെ ആത്മാവിനും അവനെന്ത് ഭാഗ്യം തരും. പ്രിയപ്പെട്ടവരെ, അതിനെന്താണ് വേണ്ടത്? ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീട് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകുമെന്ന്. ഇവിടെ ഒരു ഗോതമ്പ് മണിയുടെ കാര്യം പറയുകയാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമുക്കും ഒരു ചവിട്ടിത്തേക്കലിന്റെ അനുഭവം ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഒരു ഗോതമ്പ് മണിയുടെ അനുഭവത്തിന് വേണ്ടി നിങ്ങൾ കൊതിക്കുന്നുവോ? എങ്കിൽ വളരെ വിളവുണ്ടാകുമെന്ന്. നമ്മളെയും വലിച്ചെറിയുകയാണ് കിളിക്കുള്ളിലേക്ക്. ആ ഗോതമ്പ് മണി ഇങ്ങനെ വലിച്ചെറിഞ്ഞ് പോവുകയാണ്.
അപ്പോൾ ആ ചെളിയിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുവാൻ ഏൽപ്പിച്ചാൽ നമുക്കും ഒരു തേജസ്കരണത്തിന്റെ അനുഭവം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവാം ദൈവമേ, ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ആത്മാക്കളോട് അവിടുന്ന് തന്നെ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ തേജസ്കരണത്തിന്റെ അനുഭവം എന്തെന്ന്, യേശു പോയ തേജസ്കരണത്തിന്റെ അനുഭവം, ആ തേജസ്കരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയാൽ മാത്രമേ നമുക്കും അധികം ഫലം കായ്ക്കുവാൻ കഴിയുകയുള്ളൂ. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. യേശു പറയുകയാണ്, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുകയാണെന്ന്. എന്തിനാണ് യേശു ദുഃഖിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, കാരണം നമുക്ക് ഈ തേജസ്കരണത്തിന്റെ അനുഭവം തരുവാനാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു എന്ന്. അതെ, ഉള്ളം കലങ്ങിയ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഉള്ളം കലങ്ങിയ ചില അനുഭവങ്ങൾ വരുന്നത്? നമ്മുടെ കർത്താവിൻ്റെ ക്രൂശുമരണത്തോട് പങ്കാളിയാവുവാനാണ്. അവൻ്റെ മരണത്തോട് നാമം പങ്കാളിയാവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിനെ ക്രിസ്തുവിലാക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരാണ് ക്രിസ്തുവിലാക്കിയിരിക്കുന്നത്? പിതാവാം ദൈവം നമ്മുടെ ആത്മാവിന് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ സ്വർഗം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് ഇത്രയും ചെറിയ ആത്മാക്കളാണ് ഈ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ എത്രയോ ചുരുക്കമായാലും ദൈവം അത് നമുക്ക് വേണ്ടി ചെയ്യാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ആത്മാക്കളെ യേശുവിന്റെ തേജസ്കരണത്തിലേക്ക് ഉൾപ്പെടുത്താൻ അവൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആത്മാക്കളെ യേശുവിലാക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവനോടുകൂടെ ഗോതമ്പ് മണി നിലത്ത് ചാകുന്നത് പോലെ നമ്മുടെ ആത്മാവും ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്ന അനുഭവം, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിയാകുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദൂതന്മാർ നമ്മെ സഹായിക്കുന്നതിന്, ദൈവത്തിന്റെ ദൂതന്മാർ നമ്മളെയും ആ അനുഭവത്തിലേക്ക് ഇന്ന് വഴി നടത്തുകയാണ്. ആത്മാവിനെ യേശുവിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ആത്മാവും ക്രൂശിക്കപ്പെട്ടു. യേശു അടിയേറ്റപ്പോൾ നമ്മുടെ ആത്മാവിനെയും ക്രൂശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ്? നമുക്കും ജീവൻ തരുവാൻ, നമ്മളെയും ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ, നമ്മുടെ ആത്മാക്കളെയും സ്വർഗരാജ്യത്തിലാക്കുവാനാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് തേജസ്കരണം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിനെയും തേജസ്കരണത്തിലാക്കുവാൻ പിതാവാം ദൈവം ചെയ്യുന്നതാണ് നമ്മുടെ ആത്മാവിനെ യേശുവിൻ്റെ ആത്മാവിലാക്കുക എന്നാണ്. അപ്പൊ യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ആത്മാവും യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. യേശു പാതാളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ആത്മാവും യേശുവിനായി. പ്രിയപ്പെട്ടവരെ, യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മുടെ ആത്മാവും യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആത്മാവും എവിടെ കയറി ചെല്ലാം? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം നമ്മുടെ ആത്മാവിനെ യേശുവിലാക്കിയിരിക്കുന്നതിനാൽ നമുക്കും സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലാം. ഈ ആത്മീക മർമ്മങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം പിടുത്തം കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ ഉള്ളം കലങ്ങി. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അതിന് യേശു, ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തമത്രേ ഉണ്ടായത് എന്ന് പറഞ്ഞു. അതേ, ഒരു ദൈവദൂതൻ സംസാരിക്കുകയാണ്. അപ്പോൾ പുരുഷാരം അത് കേട്ടിട്ട് പറഞ്ഞു, ഒരു ഇടിയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, ഇത് എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തമത്രേ ഉണ്ടായത് എന്നാണ്. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞ അത്രയും. പുരുഷാരം അവനോട്, ക്രിസ്തു എന്നേക്കും ഇരിക്കുമെന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതെന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. ഈ മനുഷ്യപുത്രൻ ആരെന്ന് ചോദിച്ചു. അതിന് യേശു അവരോട്, ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. അതെ, വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം നാം ഒന്ന് പരിശോധിക്കുക. എനിക്ക് എത്രമാത്രം വിശ്വാസമുണ്ട്? എൻ്റെ ആത്മാവിൽ വിശ്വാസമുണ്ടോ? വെളിച്ചമാകുന്ന യേശുവിൽ എൻ്റെ വിശ്വാസം എത്രമാത്രമുണ്ട്?
വിശ്വാസ കപ്പലിലോടിയിട്ട് ഞാൻ പാടാറുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. വിശ്വാസ ജീവിത പാടലിൽ ഞാൻ പാടലിൽ ഞാൻ സ്വർഗം നേടും ഞാൻ വിശ്വാസത്തിൽ നിന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ നിന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായി എൻ്റെ മുമ്പിൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ വിജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ വിജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. സാധാന്യ ശക്തിയിന്മേൽ ശാപബന്ധനത്തിനും ജയം എനിക്കുണ്ട്. സാധാന്യ ശക്തിയിന്മേൽ ശാപബന്ധനത്തിനും ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. ആകുല ചിന്തകൾ നിറയുകില്ല, ഭാരങ്ങളോർത്തിനി കരയുകില്ല. ആകുല ചിന്തകൾ നിറയുകില്ല, ഭാരങ്ങളോർത്തിനി കരയുകില്ല. തക്ക സമയത്ത് എനിക്കെല്ലാം ഒരുക്കുന്നവർ ഒരിക്കലും കൈവിടില്ല. തക്ക സമയത്ത് എനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ നിന്നും ഞാൻ മുന്നേറുമെന്ന് പ്രിയപ്പെട്ടവരെ. നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടുന്ന നാളുകളാണ് പ്രിയപ്പെട്ടവരെ.
ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് യേശു ഉത്തരം പറഞ്ഞു. അതേ, ദൈവദൂതന്മാരും മനുഷ്യജീവികളും അതേ പ്രിയപ്പെട്ട ജനം കൂടി വന്നപ്പോൾ ഒരു ദൂതന്റെ ശബ്ദം കേൾക്കുകയാണ്. ഇടിവിട്ടുന്നത് പോലുള്ള ഒരു ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ യേശു പറയുകയാണ്, അത് എൻ്റെ നിമിത്തമല്ല, നിങ്ങൾ നിമിത്തമത്രേ ആ ഇടിവിട്ടിയതെന്ന്, ആ ദൈവദൂതന്റെ ശബ്ദം ഉണ്ടായതെന്ന്. അതേ, നിങ്ങൾ നിമിത്തമത്രേ ഉണ്ടായതെന്ന്. നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി നാം വായിച്ചു, ഇംഗ്ലീഷിൽ വായിച്ചു, യുവർ ബെനിഫിറ്റ് എന്ന്, നോട്ട് മൈൻ എന്ന്. ദിസ് വോയിസ് വാസ് ഫോർ യുവർ ബെനിഫിറ്റ് എന്ന്. അതെ, നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം സംസാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അന്ന് നടന്ന അത്ഭുതം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? അന്ന് നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലെ ദൈവം യേശുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടുവാനായിട്ട് ആക്കി വയ്ക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. അത് വലിയൊരു അത്ഭുതമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ആത്മാവിനെ പിതാവാം ദൈവം ഈ പുത്രന്റെ ആത്മാവിലാക്കിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ തേജസ്കരിക്കപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസന്റെ ഒരു മെസ്സേജ് കേൾക്കുകയായിരുന്നു. ഒരാൾ വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ വിമാനത്തിൽ വെച്ച് അദ്ദേഹം ഒന്ന് വീണു പ്രിയപ്പെട്ടവരെ. ആ വിമാനത്തിൽ വെച്ച് വീണാൽ അദ്ദേഹം താഴത്തേക്ക് പോവുകയാണോ പ്രിയപ്പെട്ടവരെ ചെയ്തത്? അല്ല, ആ വിമാനത്തിൽ തന്നെ വീണ് കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പം താഴത്തേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ, നാം ആത്മാവിലായാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നാലും, ഒരു പരാജയം വന്നാലും, ഒരു തോൽവി വന്നാലും നാം ക്രിസ്തുവിൽ തന്നെയാണ് പ്രിയപ്പെട്ടവരെ വീണ് കിടക്കുന്നത്. അതുകൊണ്ട് നാം ആരും ഒന്ന് വീണു എന്ന് പറഞ്ഞുകൊണ്ട് ആരും നിരാശപ്പെട്ടിരിക്കരുത്. ഒരാൾ വിമാനത്തിൽ കൂടി, ഒന്നുകൂടി ഞാൻ പറയാം, വിമാനത്തിനകത്തുകൂടി നടന്നു പോകുമ്പോൾ അദ്ദേഹം ഒന്ന് തെന്നി വീഴുകയോ അവിടെ വെച്ചൊന്ന് വീഴുകയോ ചെയ്താൽ വിമാനത്തിൽ തന്നെയാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹം വീണ് കിടക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തോൽവിയോ ഒരു പരാജയമോ എന്ത് വന്നാലും നമ്മുടെ പിതാവാം ദൈവം ആരിലാക്കി വെച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ? ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നങ്കൂരം പ്രിയപ്പെട്ടവരെ. എന്നെ പിതാവാം ദൈവം ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു പ്രത്യാശ പ്രിയപ്പെട്ടവരെ. എൻ്റെ ആത്മാവിനെ ആരിലാക്കി വെച്ചിരിക്കുന്നു? ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് പിതാവാം ദൈവത്തോട് നമുക്ക് സ്നേഹം വരണം പ്രിയപ്പെട്ടവരെ. പുത്രനാം ദൈവത്തോട് സ്നേഹം വരണം. പരിശുദ്ധാത്മാവിനോട് സ്നേഹം വരണം. ദൈവത്തിന്റെ പുത്രിയായ മാതാവിനോടുള്ള സ്നേഹവും ആരാധനയും വേണം പ്രിയപ്പെട്ടവരെ. നമുക്കിന്ന് ദൈവമാതാവിനോടുള്ള ബഹുമാനവും ആരാധനയും കുറഞ്ഞു വരുന്ന കാലമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ മാതാവിനുള്ളതായ അർഹതപ്പെട്ടതായ സ്ഥാനവും ആ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിൻ്റെയും നിലവാരത്തിൽ തന്നെ ദൈവമാതാവിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നതിന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആരാധന അർപ്പിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അടുത്തായി നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 23-ാം അധ്യായം 8-9 വാക്യം വായിച്ചു കേൾക്കാം. പുനരുത്ഥാനമില്ല, ദൂതനും ആത്മാവുമില്ല എന്ന് സാധുക്യർ പറയുന്നു. പരീശന്മാരോ രണ്ടുമുണ്ടെന്നും പ്രമാണിക്കുന്നു. ഇങ്ങനെ വലിയൊരു നിലവിളി ഉണ്ടായി. പരീക്ഷപക്ഷത്തിലെ ശാസ്ത്രിമാരിൽ ചിലർ എഴുന്നേറ്റ് വാദിച്ചു, ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല. ഒരാത്മാവോ ഒരു ദൂതനോ അവനോട് സംസാരിച്ചു എന്ന് വന്നേക്കാം എന്ന് പറഞ്ഞു. അതെ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പുനരുത്ഥാനമില്ല, ദൂതനും ആത്മാവുമില്ല എന്ന് സാധുക്യർ പറയുന്നു. അവിടെയും ഒരു സഭയിൽ തന്നെ രണ്ട് അഭിപ്രായം വരികയാണ് പ്രിയപ്പെട്ടവരെ. അവർ സാധുക്യരുണ്ട്, പരീശന്മാരുണ്ട്. ഒരു സഭയിൽ തന്നെയാണ് അവർ പോകുന്നത്. യെരുശലേമിൽ തന്നെയാണ് അവർ ആരാധനയ്ക്ക് പോകുന്നത്. പക്ഷേ ആരാധനാലയത്തിൽ രണ്ട് അഭിപ്രായമുള്ളവരുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണ്? ഒരു വിഭാഗം പറയുന്നു പുനരുത്ഥാനമില്ല, ദൂതനില്ല, ആത്മാവുമില്ല എന്ന് സാധുക്യർ പറയുന്നു. എന്നാൽ പരീശന്മാർ പറയുന്നു രണ്ടുമുണ്ടെന്നും പ്രമാണിക്കുന്നു. അങ്ങനെ വലിയൊരു നിലവിളി ഉണ്ടായി. പരീക്ഷപക്ഷത്തിലെ ശാസ്ത്രിമാരിൽ ചിലർ എഴുന്നേറ്റ് വാദിച്ചു, ഈ മനുഷ്യനിൽ, അതായത് പൗലോസിൽ, ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല. ഒരാത്മാവോ ഒരു ദൂതനോ അവനോട് സംസാരിച്ചു എന്ന് വന്നേക്കാം എന്ന് പറഞ്ഞു. The Sadducees said that there is no resurrection and that there are neither angels nor spirits, but the Pharisees acknowledged them all. There was a great uproar, and some of the teachers of the law, who were Pharisees, stood up and argued vigorously. We find nothing wrong with this man. They said, what if a spirit or an angel has spoken to him? അതെ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തികൾ 23-ാം അധ്യായം ആദ്യ ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും
കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെ, പൗലോസ് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി. പൗലോസ് ഉറ്റുനോക്കുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ പൗലോസ് എന്ന് പറയുന്ന ആള് ശൗലായിരുന്നു. ആ ശൗലിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമാണ് അദ്ദേഹം ഈ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടി കൊല്ലുവാനായിട്ട് ആ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും പിടിച്ചുകൊണ്ട് പോയ ആളായിരുന്നു ഈ ശൗല്. എന്നാൽ ഈ ശൗലിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ വെട്ടിമിന്നി അവനെ പൗലോസാക്കി മാറ്റുകയാണ്. ഇപ്പോൾ അറിയപ്പെടുന്നത് ശൗൽ എന്നല്ല, പൗലോസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ ഒരു വാക്ക് കാണുകയാണ്, നല്ല മനസാക്ഷി എന്ന്. നമുക്ക് അങ്ങനെ ഒന്ന് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ, ഈ വചനവും വെച്ചിരിക്കുമ്പോൾ, കർത്താവേ, നിന്റെ മുമ്പാകെ ഞാൻ നല്ല മനസാക്ഷിയോടെ നടന്നു എന്ന് പറയുവാൻ സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു സെക്കൻഡ് കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, ഈ പൗലോസ് പറയുന്നത് പോലെ ഒരു നല്ല മനസാക്ഷി എനിക്കുണ്ടോ അപ്പാ? നമുക്ക് നമ്മുടെ മനസാക്ഷിയെ ഒന്ന് പ്രകാശിപ്പിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുവാൻ യേശുവിന്റെ രക്തമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ മനസാക്ഷിയിൽ ചില ഇരുട്ടുകൾ വന്നിട്ടുണ്ടോ? ചില കുരുട്ടുകൾ നമ്മുടെ മനസാക്ഷിയിൽ കടന്നോ കൂടിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ട ഒരു ഹൃദയം, അത് യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട ഒരു ഹൃദയം. അപ്പോൾ ഞങ്ങളെ ഈ സമയം നിന്റെ രക്തത്താൽ ഒന്ന് കഴുകണം അപ്പാ. നല്ല മനസാക്ഷിയോടുകൂടി ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം കർത്താവേ. നിങ്ങളുടെ മനസാക്ഷിയിൽ നിന്നെല്ലാ കറകളും കളങ്കങ്ങളെല്ലാം ഒന്ന് മായ്ച്ചു കളയണം കർത്താവേ. നിങ്ങളുടെ ജീവിതമാവുന്ന വസ്ത്രത്തെ ഒന്ന് അലക്കി തരണം അപ്പാ. നിങ്ങളെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് കടന്നു വരികയാണ് അപ്പാ. നിന്റെ തിരരക്തം വാർന്നൊലിക്കുന്ന ക്രൂശിന്റെ ചുവട്ടിൽ ഞങ്ങളുടെ ദേഹവും ഞങ്ങളുടെ ദേഹിയും ഞങ്ങളുടെ ആത്മാവും സമർപ്പിക്കുകയാണ് കർത്താവേ. കൂടെ ഞങ്ങളുടെ മനസാക്ഷിയും സമർപ്പിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ മനസാക്ഷി നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നു എന്ന് പൗലോസ് പറയുന്നു. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിന് മുമ്പാകെ നടന്നിരിക്കുന്നു. അപ്പാ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പറയാനില്ലല്ലോ അപ്പാ. നല്ല മനസാക്ഷിയോടെ നടന്നു എന്നൊന്നും ഞങ്ങൾക്ക് പറയുവാനില്ല കർത്താവെ. ഞങ്ങൾക്ക് ഇന്നു മുതൽ ഒരു നല്ല മനസാക്ഷി ഉണ്ടായി വരട്ടെ അപ്പാ. ഓ സ്വർഗത്തിലെ ദൈവമേ, എൻ്റെ ഒരു തുള്ളി രക്തം വീണ ഒരു മനസാക്ഷി, മനസാക്ഷി ഒന്ന് പ്രകാശിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. മനസാക്ഷി നമ്മുടെ ആത്മകണ്ണുകളാണ് പ്രിയപ്പെട്ടവരെ. ആത്മാവിന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് അവന്റെ വായ്ക്ക് അടിപ്പാൻ കൽപ്പിച്ചു. പൗലോസ് അവനോട്, ദൈവം നിന്നെ അടിക്കും, വെള്ള തേച്ച ചൂരെ നീ ന്യായപ്രമാണപ്രകാരം എന്നെ വിസ്തരിപ്പാൻ ഇരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് പറഞ്ഞു. അതെ, മഹാപുരോഹിതനോട് സംസാരിക്കുകയാണ്. വെള്ള തേച്ച ചൂര എന്നാണ് മഹാപുരോഹിതനെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അരികെ നിൽക്കുന്നവർ, നീ ദൈവത്തിന്റെ മഹാപുരോഹിതനെ സഹായിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, സഹോദരന്മാരെ, മഹാപുരോഹിതനെ എന്ന് ഞാൻ അറിഞ്ഞില്ല, നിന്റെ ജനത്തിന്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതെ, അദ്ദേഹം അറിഞ്ഞില്ല. മഹാപുരോഹിതനാണ് തന്നോട് ഇപ്രകാരം സംസാരിച്ചെന്ന് അദ്ദേഹം അറിഞ്ഞില്ല എന്നാണ് പൗലോസ് പറയുന്നത്. നിന്റെ ജനത്തിന്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മഹാപുരോഹിതന്മാരെ ആരെങ്കിലും നാം ദുഷിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത് സ്വർഗത്തിലെ ദൈവം ഒരു തെറ്റായിട്ടാണ് പ്രിയപ്പെട്ടവരെ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നമ്മുടെ മഹാപുരോഹിതന്മാർക്കെതിരായിട്ട് എന്തെങ്കിലും വാക്കുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ദൈവസന്നിധിയിൽ എഴുതപ്പെട്ട് കിടക്കുന്ന ഒരു തെറ്റാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതിന് നാം ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കേണ്ടിയിരിക്കുന്നു. നീ എൻ്റെ ജനത്തിന്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഭൂരിപക്ഷം സാധൂക്യരും ഒരു പക്ഷം പരീശന്മാരുമാകുന്നു എന്ന് പൗലോസ് അറിഞ്ഞു. സഹോദരന്മാരെ, ഞാൻ ഒരു പരീശന്മാരുടെ മകനുമാകുന്നു. മരിച്ചവരുടെ പ്രത്യാശയെയും പുനരുത്ഥാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അതെ, മരിച്ചവരുടെ പ്രത്യാശ, പുനരുത്ഥാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവർ ഇത് പറഞ്ഞപ്പോൾ പരീശന്മാര് സാധുക്യരും തമ്മിൽ ഇടഞ്ഞു, സംഘം ചിത്രിച്ചു എന്ന്. അതെ, ന്യായാധിപ സംഘത്തിൽ രണ്ടഭിപ്രായങ്ങൾ. പൗലോസ് ഒരു പരീശനെന്ന് അറിഞ്ഞപ്പോൾ അവിടെ വലിയൊരു ഛിദ്രമുണ്ടായി. പുനരുത്ഥാനമില്ല, ദൂതനും ആത്മാവുമില്ല എന്ന് സദൂക്യർ പറയുന്നു. പരീശന്മാരോ രണ്ടുമുണ്ടെന്നും പ്രമാണിക്കുന്നു. അങ്ങനെ വലിയൊരു നിലവിളി ഉണ്ടായി.
പരീക്ഷാപക്ഷത്തിലെ ശാസ്ത്രന്മാരിൽ ചിലർ എഴുന്നേറ്റ് വാദിച്ചു, ഈ മനുഷ്യന് ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല, ഒരാത്മാവോ ഒരു ദൂതനോ അവനോട് സംസാരിച്ചു എന്ന് വന്നേക്കാമെന്ന് പറഞ്ഞു. അതെ പ്രിയപ്പെട്ടവരെ, മനുഷ്യജീവികളും ദൈവദൂതന്മാരും എന്ന വിഷയമാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതെ, ഇവിടെ ദൈവത്തിന്റെ ദൂതൻ പൗലോസിനോട് സംസാരിച്ചു എന്ന് വന്നേക്കാമെന്ന്. അതെ, ദൈവത്തിന്റെ ദൂതന്മാർ സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ കണ്ണുകൊണ്ട് ദൂതനെ കാണുകയോ നമ്മുടെ ചെവി കൊണ്ട് ദൂതന്റെ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും അവൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ എന്നോട് സംസാരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന്റെ ദൂതനെ പുറമെയുള്ള കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, പക്ഷേ അവിടുത്തെ ദൂതന്മാരുടെ ശബ്ദം നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഒരു ദൈവത്തിന്റെ ദൂതനുണ്ട് എന്ന്, അവൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മോട് സംസാരിക്കുന്നു എന്ന്. അതെ, അതുപോലെ തന്നെ നമ്മെ പ്രബോധിപ്പിക്കാനുള്ള ചുമതല ദൂതന്മാർക്കുള്ളതിനാൽ ദൈവവും ദൂതന്മാരും കൂടെ നമ്മെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും നമ്മളെ പ്രബോധിപ്പിക്കാനുള്ള ചുമതല ദൂതന്മാർക്കുള്ളതിനാൽ ദൈവവും ദൂതന്മാരും നമ്മെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുന്നത് പോലെ തന്നെ ദൂതന്മാരെ നമ്മെ സഹായത്തിനായിട്ട് ആരെങ്കിലും വരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് സഹായം വേണ്ടി വരുന്ന സമയങ്ങളിൽ നമ്മുടെ കാവൽ മാലാഖ നമ്മെ സഹായിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നാടുകളിൽ ദൈവദൂതന്റെ സഹായം ആവശ്യമുള്ള എത്ര പേർ നമുക്ക് ആവശ്യമുണ്ട് ദൈവദൂതന്റെ സഹായം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാവൽ ദൂതൻ അവസാനം വരെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമെന്നതിന് സംശയമില്ല. നമ്മുടെ ജീവിതത്തിന്റെ അവസാന വിനാഴിക വരെയും നമ്മുടെ കാവൽ ദൂതൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന്. ഈ ലോക ജീവിതത്തിൽ നമ്മെ സഹായിക്കുകയും അശേഷം ക്ഷീണിക്കാതെ നമ്മളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആ ദൂതന്മാരോടുള്ള ബന്ധത്തിൽ നാം എത്രയധികം നന്ദിയും കൃതജ്ഞതയും കാണിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ നമ്മെ സഹായിക്കുകയും അശേഷം ക്ഷീണിക്കാതെ നമ്മെ കരുതുകയും ചെയ്യുന്നവനായ ദൈവത്തിന്റെ ദൂതന്മാർ. പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും ക്ഷീണിച്ചു പോകുന്ന ചില സമയങ്ങൾ വന്നേക്കാം. ആ ക്ഷീണിച്ചു പോകുന്ന സമയങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തുവാൻ ദൈവം തന്നെ ദൂതനെ അയക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ദൂതനെ വിളിക്കുക, ദൈവത്തിന്റെ ദൂതനെ അയക്കും. പ്രിയപ്പെട്ടവരെ, നാം തളർന്നു പോകുന്ന ചില സമയങ്ങളിൽ നാം ക്ഷീണിക്കാതെ നമ്മെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആ ദൂതന്മാരോടുള്ള ബന്ധത്തിൽ നാം എത്രയധികം നന്ദിയും കൃതജ്ഞതയും ഉള്ളവരായിരിക്കണമെന്ന് ഈ സമയം ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ അടുത്തതായിട്ട് നാം ചിന്തിക്കുകയാണ് ദൂതന്മാരുടെ സഹായം ലഭിച്ചിട്ടുള്ളതായ ചില ആധുനികമായ അനുഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കൂ, പ്രിയപ്പെട്ടവരെ, എന്നെ ഏതെങ്കിലും ആപത്തുകളിൽ നിന്ന് ദൂതൻ രക്ഷിച്ചു എന്ന്. നാം പോലും അറിയാതെ ദൂതൻ നമ്മുടെ ചില ആക്സിഡന്റുകളിൽ നിന്ന് രക്ഷിച്ചത്. ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ പ്രിയപ്പെട്ട ചേട്ടൻ പറയുകയായിരുന്നു, ഏതോ ഒരു വിഷമുള്ള ജീവി അദ്ദേഹത്തെ കുത്തി എന്ന്. അതിനുശേഷം അദ്ദേഹത്തിന് സൗഖ്യം ദൈവം കൊടുത്തു എന്ന്. അദ്ദേഹം ഭയപ്പെട്ടു പോയി, എന്തോ വിഷമുള്ള എന്തോ എന്നാണ് അദ്ദേഹത്തെ കുത്തിയത് എന്ന്. പക്ഷെ സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തിന് ആയുസ് നീട്ടിക്കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ദൈവത്തിന്റെ ദൂതന്റെ ഒരു കാവൽ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവും ഈ നാളുകളിൽ. നമുക്ക് ചിന്തിക്കാം, ദൂതന്മാരുടെ സഹായം ലഭിച്ചിട്ടുള്ള ചില ആത്മീക അനുഭവങ്ങൾ കൂടി ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൂതന്മാരുടെ നേരിട്ടുള്ള ഇടപെടൽ മുഖാന്തരം ലഭിച്ചിട്ടുള്ള സംരക്ഷണത്തിൻ്റെയും അത്ഭുതകരമായ വിടുതലിൻ്റെയും അനുഭവങ്ങൾ വേദപുസ്തക കാലത്ത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇന്നും ഉണ്ടായിട്ടുണ്ട്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ദൂതന്മാർ യേശുവിനുള്ളവരാകയാൽ അവർക്കും മാറ്റമില്ല. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ ദൂതന്മാരും യേശുവിനുള്ളവരാകയാൽ അവർക്കും മാറ്റമില്ല, ദൂതന്മാർക്കും മാറ്റമില്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ചില നാളുകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ചില അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിട്ടായിട്ട് നമുക്ക് ചില ഉദാഹരണങ്ങൾ ഞാൻ ഇപ്പോൾ പറയാം. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് ഒരു ചെറിയ ബാലൻ അശ്രദ്ധനായി ഫുട്പാത്തിൽ നിന്ന് റോഡിലിറങ്ങി പെട്ടെന്ന് ഒരു ട്രക്ക് വന്ന് ആ ബാലനെ ഇടിച്ചു. അപ്പോൾ ഒരു നേഴ്സ് അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നേഴ്സ് ഓടിച്ചെന്നു ആ കുട്ടിയുടെ അരികിൽ ചെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ആ കുട്ടിയുടെ ദേഹത്ത് ഏതാനും പോറലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കുറച്ചുകൂടിയും പറ്റിയിരുന്നു. മാനുഷികമായി പറഞ്ഞാൽ അതൊരു അസാധ്യതയായിരുന്നു. ഒരു ട്രക്ക് വന്ന് ആ കുഞ്ഞിനെ ഇടിച്ചിടുകയാണ്. അപ്പോൾ ആ നേഴ്സ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുഞ്ഞിനെ ട്രക്ക് വന്ന് ഇടിച്ചിടുന്നത്. അപ്പോൾ ഓടി അവൻ്റെ അരികിലെത്തി.
ചടപടഞ്ഞ് എണീറ്റു. അവിടെ തന്നെ എണീറ്റ് അവനെ മാറി കാണുകയാണ്. അപ്പോൾ ഈ നേഴ്സ് അവനോട് ചോദിക്കുകയാണ്, നിന്റെ കൂടെ ഒരു നല്ല ദൂതൻ ഉണ്ടായിരുന്നു കാണും അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ബാലൻ തന്റെ നിഷ്കളങ്കമായ മറുപടിയിൽ പറഞ്ഞു, അല്ല, അവർ 2 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരാളല്ല ഉണ്ടായിരുന്നേ, 2 ദൂതന്മാർ ഉണ്ടായിരുന്നു എന്ന് ആ കുഞ്ഞ് പറയുകയാണ്. അത്യാഹിതത്തിന്റെ വിനാഴികയിൽ അവനൊരു നിമിഷം തിരശ്ശീലയ്ക്ക് അപ്പുറം കാണുവാൻ കഴിഞ്ഞു. അതെ, ആ കുഞ്ഞിനെ കാണുവാൻ സാധിക്കുകയാണ്. ആ ട്രക്ക് വന്ന് ഇടിച്ചപ്പോൾ ഒരു ദൂതനല്ല 2 ദൂതന്മാർ വന്ന് ആ വാഹനത്തിന്റെ ആ ടയർ ഉയർത്തിപ്പിടിച്ചതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു ട്രക്ക് വന്ന് ഇടിച്ചാൽ ആ കുഞ്ഞ് മരിക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവം തന്നെ 2 ദൂതനെ അയച്ചു ആ കുഞ്ഞിനെ വിടിവിച്ചതായിട്ട് ഇവിടെ സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. അടുത്തതായി ഒരു കിൻഡർ ഗാർഡൻ അധ്യാപിക പറയുകയാണ്, ഇതുപോലൊരു സംഭവം തന്നെ പറയുകയാണ്. ഒരു കാറ് കയറിറങ്ങിയ ഒരു കുട്ടി നിശ്ചയമായും കൊല്ലപ്പെടും, അല്ലെങ്കിൽ അതിഗുരുതരമായി പരിക്കേറ്റിരിക്കും. എന്നാൽ ഈ കുട്ടി അല്പം ഒന്ന് ഭയപ്പെട്ടതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. അവൻ അധ്യാപികയോട് ചോദിച്ചു, ആ ദൂതൻ കാറിന്റെ ചക്രം ഉയർത്തുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്ന്. ആ ദൂതൻ ആ കാറിന്റെ ചക്രങ്ങൾ ഉയർത്തുന്നത് കണ്ടില്ലേ എന്ന് ആ കുഞ്ഞ് ചോദിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ദൂതന്റെ ചില ഇടപെടലുകൾ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. അദൃശ്യനായി ദൈവത്തിന്റെ ദൂതൻ നമ്മോടൊപ്പം ഉണ്ട് പ്രിയപ്പെട്ടവരെ. എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ഒരിക്കൽ ഇവിടെ ചെങ്ങന്നൂരിൽ നിന്ന് മൂവാറ്റുപുഴ വരെ സ്കൂട്ടർ ഓടിച്ച് പോരുകയായിരുന്നു. കൂത്താട്ടുകുളത്ത് വെച്ച് എൻ്റെ ബൈക്ക് വേറൊരു വാഹനവുമായി തട്ടി ഞാനിങ്ങനെ പറന്നു പോവുകയാണ്. ഞാൻ ആ ടാക്ടർ റോഡിലേക്ക് തന്നെ വീണപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൈയും കാലെല്ലാം ഒടിഞ്ഞു വീഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ എനിക്കറിയില്ല, ഞാൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. അന്ന് ഞാൻ ദൈവത്തിൻ്റെ ദൂതൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഞാൻ അനുഭവിച്ചു. എൻ്റെ കയ്യിലോ കാലിലോ ഒന്നും ഒരു പോറൽ പോലും ഇല്ലാതെ. ആ ആക്സിഡന്റ് കണ്ടവർ പറഞ്ഞു, തീർച്ചയായിട്ടും അദ്ദേഹം ആ വണ്ടിയുടെ അടിയിൽ പെട്ടിരിക്കേണ്ടതായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അതുപോലെ അനുഭവങ്ങൾ നിങ്ങൾക്കും കാണും പ്രിയപ്പെട്ടവരെ. ദൂതന്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കും ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ മിഷൻ ഫീൽഡിൽ നിന്ന് ലഭിച്ച ഒരു റിപ്പോർട്ടുണ്ട്. ഒരു മില്ല് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരു വിശ്വാസിയുടെ ഒരു ചെറിയ മകള് അതിൽ വീഴുകയും ആ മില്ലിലേക്ക് അടുക്കുകയും ചെയ്തു. അന്തം വിട്ട് ഓടിച്ചെന്ന് അയാൾ കണ്ടത് നനഞ്ഞൊടിഞ്ഞ് കരയിൽ നിൽക്കുന്ന തൻ്റെ ഓമന പൈതലിനെയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ആ പൈതൽ പറയുകയാണ്, വെള്ള വസ്ത്രം ധരിച്ചിരുന്ന ഒരു ചേട്ടൻ എന്നെ വലിച്ചെടുത്തു എന്ന്. വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു ചേട്ടൻ എന്നെ ആ മില്ലിന്റെ അരികിൽ നിന്ന് എന്നെ വലിച്ചെടുത്ത് എവിടെ വെച്ചിരിക്കുന്നു? കരയിൽ കയറിയിരിക്കുകയാണ്. കുഞ്ഞ് നനഞ്ഞു കുളിച്ചവനായി ആ മില്ലിനോട് അരികിൽ തന്നെ എടുത്ത് നിർത്തിയിരിക്കുന്നത് കാണുകയാണ് പ്രിയപ്പെട്ടവരെ. അതേ, ദൈവം തന്റെ ദൂതനെ അയച്ചതാണ് പ്രിയപ്പെട്ടവരെ. അത് ഒരു ചേട്ടൻ, വെള്ളവസ്ത്രം ധരിച്ചിരുന്ന ഒരു ചേട്ടൻ എന്നെ വലിച്ചെടുത്തു എന്ന് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ ഇത്രയും പ്രായമായില്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് എത്ര വയസ്സായി? ഇവിടെ ഇരിക്കുന്നതിൽ അധികവും ഞാൻ വിചാരിക്കുന്നു 60 വയസ്സിൽ മുകളിലുള്ളവരാണ് ഇവിടെ അധികവും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒന്ന് നോക്കാം. ദൈവത്തിന്റെ സംരക്ഷണം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ദൈവം തന്റെ ദൂതനെ അയച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ദൂതൻ ഇനിയും നിങ്ങളെ വഴി നടത്തും പ്രിയപ്പെട്ടവരെ. നിങ്ങളെ സ്വർഗരാജ്യത്തിൽ എത്തിച്ച് അവനെ മുഖാമുഖം കാണുന്നവരെയും അവൻ തൻ്റെ ദൂതനെ നിങ്ങളോടൊപ്പം ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. മരണത്തിന്റെ അരികിലേക്ക് നിങ്ങൾ കടന്നു വന്നേക്കാം. അപ്പോൾ നിങ്ങൾ തനിച്ചല്ല എന്ന് നിങ്ങളെ അറിയിക്കട്ടെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് അരികെ ദൈവം തന്റെ ദൂതനെ ആക്കിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിൽ ദൈവം തന്റെ ദൂതനെ നമ്മോടൊപ്പം ആക്കിയിരിക്കുന്നു. അതാണ് കർത്താവ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവർക്കുള്ള ഗുണം പ്രിയപ്പെട്ടവരെ. അടുത്തതായിട്ട് വേറൊരു അനുഭവം ഇന്ത്യയിലെ സാധു സുന്ദർ സിംഗ് തന്റെ സാക്ഷ്യം പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. മരണകരമായ ആപത്തുകളിൽ ദൂതന്മാരുടെ വലിയ സഹായം ലഭിച്ചിട്ടുള്ളതിനെ കുറിച്ച് സാധു സുന്ദർ സിംഗ് പ്രകാരം പറഞ്ഞിരിക്കുകയാണ്. സാധു സുന്ദർ സിംഗ് ടിബറ്റിൽ സുവിശേഷ പര്യടനം നടത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. അത് ടിബറ്റിന്റെ തെരുവീതികളിൽ കൂടി സാധു സുന്ദർ സിംഗ് സുവിശേഷ പര്യടനം നടത്തുമ്പോൾ അവിടുത്തെ ലാമ അദ്ദേഹത്തെ പിടിച്ച് അദ്ദേഹത്തെ വധിക്കുന്നതിന് വേണ്ടി മരണശിക്ഷ വിധിക്കുകയാണ്. ശവങ്ങൾ ഇട്ടിരുന്ന ഒരു പൊട്ടക്കിണറ്റിൽ 3 ദിവസം അദ്ദേഹം കിടന്നു. അതേ, ഒരു പൊട്ടക്കിണറാണ്, അതിൽ കുറെ ശവങ്ങൾ കിടക്കുന്നുണ്ട്. ആ ശവങ്ങൾ കിടക്കുന്ന ആ പൊട്ടക്കിണറ്റിന്റെ ഉള്ളിലേക്കാണ് ഈ സാധു സുന്ദർ സിംഗിനെ ഇട്ടിരിക്കുന്നത്. അദ്ദേഹം അതിൽ കിടന്നപ്പോൾ ഒരു കൈക്ക് ഒടിവ് പറ്റിയിരുന്നു. പ്രാർത്ഥിച്ചു, മരണത്തിനായി അദ്ദേഹം ഒരുങ്ങി കിടക്കുകയാണ്. ആ പൊട്ടക്കിണറ്റിനുള്ളിൽ രക്ഷകന്റെ സാന്നിധ്യം സുന്ദർ സിംഗ് അനുഭവിച്ചു. സുന്ദർ സിംഗ് പറയുകയാണ്, ആ പൊട്ടക്കിണറ്റിനുള്ളിൽ കിടക്കുമ്പോഴും രക്ഷകന്റെ സാന്നിധ്യം അനുഭവിച്ചു പ്രിയപ്പെട്ടവരെ. ചില പൊട്ടക്കിണറിന്റെ അനുഭവങ്ങളിൽ നമുക്ക് രക്ഷകന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? യേശുവിന്റെ സാന്നിധ്യം, അതിന്റെ മാധുര്യം എന്തെന്ന്! ഓ, തന്റെ പ്രിയനോടുള്ള സ്നേഹം! ഹല്ലേലൂയ! ഓ ഹല്ലേലൂയ! 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 യേശുവേ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കണം.
അതേ സാധു സുന്ദർ സിംഗിന് ആ മരണത്തിന്റെ പൊട്ടക്കിണറ്റിൽ നീ ഇറങ്ങി വന്നതുപോലെ ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യം ഉള്ളിൽ അനുഭവിക്കണം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് പ്രിയപ്പെട്ടവരെ? സ്വർഗത്തിലെ അപ്പന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ കാണുകയാണ്, ഒരു കൈ ഒടുവ് പറ്റിയവനായി പ്രാർത്ഥിച്ചു, മരണത്തിനായി ഒരുങ്ങി. ആ പൊട്ടക്കിണറ്റിനുള്ളിലും രക്ഷകന്റെ സാന്നിധ്യം സുന്ദർ സിംഗ് അനുഭവിച്ചു. 3-ാം രാത്രിയിൽ കിണർ മൂടിയിരുന്ന ഇരുമ്പ് അടപ്പ് തുറന്നു എന്ന് 3 രാത്രിയായി. അപ്പോൾ താഴേക്ക് ഇട്ടിരുന്ന കയറിൽ പിടിച്ചുകൊള്ളുവാൻ ഒരു ശബ്ദം തന്നോട് പറഞ്ഞു. അപ്പോൾ ഓടിയാതിരുന്ന കൈകൊണ്ട് കയർ മുറുകെ പിടിച്ചു എന്ന്. ഒരു കൈ ഒടിഞ്ഞിരിക്കുകയായിരുന്നു സുന്ദർ സിംഗിന്റെ, മറ്റേ കയർ കൊണ്ട് ആ കയറിൽ മുറുകെ പിടിച്ചു. കയറ് കിണറ്റിന്റെ മുകളിൽ വലിച്ചു കയറ്റപ്പെട്ടു. മറ്റേ കൈ സൗഖ്യമായി. കയർ വലിച്ചു കയറ്റിയ ആൾ ഉടനെ അപ്രത്യക്ഷമായി. അതേ മുകളിൽ കയറിയപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ തൻ്റെ കരങ്ങളിൽ സൗഖ്യമായതായിട്ട് കണ്ടു. അപ്പോൾ അദ്ദേഹം നോക്കുകയാണ്, തൻ്റെ കൈ സൗഖ്യമായതായിട്ട് കാണുകയാണ്. കയർ വലിച്ചു കയറ്റിയ ആൾ ഉടനെ അപ്രത്യക്ഷനായി. ചില ദിവസങ്ങൾ വിശ്രമിച്ചതിന് ശേഷം അദ്ദേഹം പിന്നെയും പ്രസംഗിക്കുവാൻ തുടങ്ങി. പിന്നെയും സുന്ദർ സിംഗിനെ ലാമയുടെ മുമ്പിൽ ഹാജരാക്കി. അപ്പോൾ കിണറ്റിന്റെ മൂടിയുടെ താക്കോൽ അപ്പോഴും ലാമയുടെ ബെൽറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അതെ, അദ്ദേഹം 2-3 ദിവസം വിശ്രമിച്ച ശേഷം അദ്ദേഹം വീണ്ടും പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നടന്നപ്പോൾ വീണ്ടും ലാമ പിടിച്ചു. ലാമയുടെ മുന്നിൽ ചെന്നപ്പോൾ ലാമ തൻ്റെ അരയിൽ തപ്പി നോക്കിയപ്പോൾ താക്കോല് ഏതിൻ്റെയാണ്? ആദ്യമേ ഈ സുന്ദർ സിംഗിനെ ഇട്ട് പൂട്ടിയ താക്കോല് തൻ്റെ അരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ സുന്ദർ സിംഗിനെ കണ്ടപ്പോൾ ലാമ ഭയപ്പെട്ടു പോയി. ഒരു ദൈവദൂതനാണ് തന്നെ മരണത്തിൽ വിടുവിച്ചത് എന്ന് സുന്ദർ സിംഗ് പ്രസ്താവിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു ദൂതനായിരുന്നു സുന്ദർ സിംഗിനെ രക്ഷിപ്പാനായിട്ട് ആ പൊട്ടക്കിണറ്റിലേക്ക്, ആ മരണക്കിണറ്റിലേക്ക് ആ കയറിട്ട് കൊടുത്തത് പ്രിയപ്പെട്ടവരെ. അതെ, തന്നെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതൻ പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ. കർത്താവിനെ ഭയപ്പെടുന്നവരെ ദൂതന്മാർ സഹായിക്കുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ നമ്മുടെ കാവൽ ദൂതൻ ഉൾപ്പെടെയുള്ള ദൂതന്മാർ നമ്മെ സ്വീകരിക്കുവാൻ അവിടെ അണിനിരക്കും. നമുക്ക് ആഗ്രഹമുണ്ടോ? കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ നമുക്ക് ഓരോരുത്തർക്കും കാവൽ ദൂതന്മാരുണ്ട്. ആ ദൂതന്മാരോട് ചേർന്ന നാമം നിരനിരയായി അണിനിരന്ന് നിൽക്കും. കർത്താവിനെ ആരാധിക്കുവാൻ പ്രിയപ്പെട്ടവരെ അവിടെ അണിനിരക്കുമെന്ന് നാം ദൈവത്തിൻ്റെ നഗരത്തിൽ ദൈവദൂതന്മാരോടൊപ്പം വസിക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ? ദൈവത്തിൻ്റെ ഒരു നഗരത്തിൽ ദൈവദൂതന്മാരോടൊപ്പം വസിക്കാൻ നാം ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. നാം ഈ ഭൂമിയിൽ നാം ശരീരത്തിലായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ അഗസ്ത്യൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിലായിരിക്കുന്ന നാം ദൂതന്മാരുമായി കൂടുതൽ സമീപിച്ചിരിക്കുന്നു എന്ന്. അതേ, ദൂതന്മാരുമായിട്ട് നാം കൂടുതൽ സമീപിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ. അതുപോലെ തന്നെ ഭൂമിയിലെ ദൈവത്തിൻ്റെ രാജ്യവും സ്വർഗരാജ്യവും നമുക്ക് 2 കൂട്ടർക്കും ഉള്ളതാണെന്ന് നാം നാളുകളായി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗരാജ്യം ഈ ഭൂമിയിലാകണമേ എന്ന്. സ്വർഗസ്നായ കർത്തൃ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, സ്വർഗത്തിലെ പോലെ സ്വർഗരാജ്യം ഈ ഭൂമിയിലുമാകണമേ എന്ന്. അതെ, നമുക്കും ഈ ഭൂമിയിൽ സ്വർഗത്തിലെ ആരാധന ആരംഭിക്കണം. യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിലായിരിക്കുന്ന നാം ദൂതന്മാരുമായി കൂടുതൽ സമീപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഭൂമിയിലെ ദൈവത്തിൻ്റെ രാജ്യവും സ്വർഗരാജ്യവും നമുക്ക് 2 കൂട്ടർക്കും ഉള്ളതാണ്. അതുകൊണ്ട് നാം ഇവിടെ ഇപ്പോൾ ദൂതന്മാരുടെ സഹിത്വത്തിൽ ജീവിക്കാമെന്ന്. അതുകൊണ്ട് ദൂതന്മാരുടെ സഹിത്വം ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. ദൂതന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗത്തിലെ ആരാധനയിൽ പങ്കാളിയാകുവാൻ സാധിക്കും. ഒരു ദിവസം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് നാം ദൈവദൂതന്മാരുമായി ഒരുമിച്ച് ചേരുമെന്ന് വിശുദ്ധ അഗസ്ത്യൻ പറയുകയാണ്. ഒരു ദിവസം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ നാം ദൂതന്മാരുമായി ഒരുമിച്ച് ചേരുമെന്ന്. അടുത്ത 4ാമതായി പറയുകയാണ്, തൻ്റെ മഹാനന്മയിലും മഹാസ്നേഹത്തിലും നമ്മുടെ സമീപത്ത് വിശുദ്ധ ദൂതന്മാരുടെ സ്വർഗീയ സൈന്യത്തിൽ നിയോഗിച്ചയച്ചത് ഈ നല്ല ദൈവമാണല്ലോ എന്ന്. തൻ്റെ മഹാനന്മയിലും മഹാസ്നേഹത്തിലും നമ്മുടെ സമീപത്തെ വിശുദ്ധ ദൂതന്മാരുടെ ഒരു സ്വർഗീയ സൈന്യത്തെ നിയോഗിച്ചയച്ചത് ഈ നല്ല ദൈവമാണല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. ദൂതന്മാരോട് ചേർന്ന് സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കുന്ന മഹാഭാഗ്യം പ്രിയപ്പെട്ടവരെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സ്വർഗത്തിലെ ദൈവത്തെ ദൂതന്മാരോട് ചേർന്ന് ആരാധിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ. അതിനാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നാളുകളായി നാം ചിന്തിച്ചുകൊണ്ട് വരുന്ന വിഷയമായിരുന്നു ദൈവത്തിൻ്റെ ദൂതന്മാരെന്ന്. ദൈവദൂതന്മാരുടെ സംരക്ഷണം കിട്ടുക ഭാഗ്യകരമാണ് പ്രിയപ്പെട്ടവരെ. ദൂതന്മാരോട് ചേർന്ന് നാം ആത്മാവിൽ ആരാധിക്കുന്നവരായി തീരുക. നമ്മുടെ കാവൽ ദൂതന്മാർ നമ്മോടൊപ്പം ഉണ്ട് പ്രിയപ്പെട്ടവരെ.
എന്തെല്ലാമാണ് നാം ഈ നാളുകളിൽ പഠിച്ചത്. ദൈവദൂതന്മാരെ കുറിച്ച് ഈ നാളുകളിൽ നാം ചിന്തിച്ചു. 16ഓളം ക്ലാസ്സുകൾ നമുക്ക് ദൈവദൂതന്മാരെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ക്ലാസ്സുകളെല്ലാം വിശദമായി നിങ്ങൾക്ക് കേൾക്കാൻ പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ ശുശ്രൂഷ ഞാനിവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ആത്മാവിനും സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ സ്വർഗീയ ആരാധനയിൽ പങ്കാളിയാവണമെന്ന്. ഇതൊരു തേജസ്കരണത്തിൻ്റെ അനുഭവത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ നയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് കടന്നു വന്ന ഓരോ ആത്മാക്കളും വിലപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ അപ്പ, ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ് അപ്പ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൂതന്മാരോട് ചേർന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കട്ടെ അപ്പ. ഏഴുവിളക്കിൻ നടുവിൽ മാറത്തു പൊൻകച്ചയണിഞ്ഞും യേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ചേർന്ന് പാടാൻ പ്രിയപ്പെട്ടവരെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടനേശുവേ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടനേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. അപ്പാ ഞങ്ങൾ കാണട്ടെ അപ്പാ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ ആത്മകണ്ണുകൾ തുറന്ന് അമ്മാറത്ത് പൊൻകച്ച കെട്ടിയവനായി 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന അപ്പനെ ഞങ്ങൾ കാണട്ടെ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ആത്മാവിൽ നിന്നെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് ആത്മകണ്ണുകൾ തുറക്കപ്പെടട്ടെ. സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ ആ പുത്രനായ യേശു അപ്പാ നിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഞങ്ങൾ കാണുന്നു. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ഭൂമിയിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ. കർത്താവെ, യുദ്ധങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. കർത്താവെ, നിന്റെ സമാധാനം ഞങ്ങളുടെ നാട്ടിൽ വരട്ടെ. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, അവിടുന്ന് പറഞ്ഞിറങ്ങി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഓ സ്വർഗത്തിന്റെ തീയായി അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആദ്യം യെരൂശലേമിലും പിന്നെ യഹൂദിയിലും പിന്നെ ഭൂലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും. അതേ ദൈവത്തിന്റെ ദൂതന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വേലക്കായി നിങ്ങളെ അവൻ വിളിക്കുകയാണ്. അവൻ നിങ്ങളെ അഭിഷേകം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. എത്ര പേർക്ക് അഭിഷേകം വേണം പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ ആത്മാവിന്റെ അഭിഷേകം പകരുകയാണ് പ്രിയപ്പെട്ടവരെ. അവൻ തന്റെ രക്തത്താൽ നമ്മളെ കഴുകുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. എത്ര പേർക്ക് ഈ അന്ത്യനാളുകളിൽ യുദ്ധങ്ങളും യുദ്ധത്തിന്റെ ശ്രുതികളെല്ലാം കേട്ടു തുടങ്ങി പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അന്ത്യനാളുകളിലേക്ക് ഇതാ ലോകം അടുത്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് എപ്പോഴെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ. സടകുടഞ്ഞ് എണിക്കേണ്ട നാളുകളായി കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മുടെ ആത്മാവിൽ അവൻ അഭിഷേകം ചെയ്യാൻ വിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ നിസ്സാരരായ നമ്മൾ ചവിട്ടി നിന്നുകൊണ്ട് ഈ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിനെ അവൻ അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. അപ്പൊ ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നൊരു അഭിഷേകം ഉണ്ടാവട്ടെ. ഇന്ന് അഭിഷേകമുള്ളവരായി എണീറ്റ് പോകുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ഞങ്ങൾ നിന്നെ ആരാധിക്കട്ടെ. ദൂതന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട്, സ്വർഗത്തിലെ ദൂതന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗത്തിലെ അപ്പനെ മഹത്വപ്പെടുത്തുന്നവരായി കർത്താവേ, ഇനിയുള്ള നാളുകൾ ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ, അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കളുടെ മേൽ അഭിഷേകം ഉണ്ടാവട്ടെ കർത്താവേ. ഒരു ജീവന്റെ ഹല്ലേലൂയ, സമൃദ്ധിയായ ജീവന്റെ ശബ്ദം, ലാസറേ പുറത്തു വരിക എന്നുള്ള ശബ്ദം. ഹല്ലേലൂയ. കർത്താവേ, ജീവൻ പ്രാപിക്കുന്ന ആത്മാക്കളാക്കി മാറ്റട്ടെ അപ്പാ. ഹല്ലേലൂയ. തേജസ്കരിക്കപ്പെടുന്ന അനുഭവം. ഹല്ലേലൂയ. യേശുവിന്റെ ക്രൂശുമരണത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും കൂടി കർത്താവെ അനുരൂപപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ വിളിച്ചിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളെ ആത്മാവിൽ ജീവനുള്ളവരായ ഒരു സൈന്യമായി എണീറ്റ് നിൽപ്പാൻ, അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ദൂതന്മാരോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് ചില പ്രാർത്ഥനാ വിഷയങ്ങൾ തന്നവരുണ്ട് കർത്താവേ. അപ്പൊ മുഖാന്തരം ബുദ്ധിമുട്ടിപ്പെടുന്ന ഒരു ദൈവദാസി ഇവിടെ കടന്നു വന്ന് കർത്താവെ പ്രാർത്ഥനാ വിഷയം തന്നിട്ട് പോയിരിക്കുന്നു. കർത്താവെ, പ്രിയമാൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പർവ്വത്തുള്ള ദിശ എന്ന പേരുള്ള പ്രിയ ദൈവ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. മുഖാന്തരം അവർ രോഗബാധിതയായിരിക്കുന്നു എന്ന് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ സമയം ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഇന്നിവിടെ കടന്നു വരാമെന്ന് പറഞ്ഞിരുന്നായിരുന്നു, എത്തിച്ചേർന്നിട്ടില്ല കർത്താവെ. ഇപ്പോൾ പ്രിയമകളായിരിക്കുന്ന ഭവനത്തിൽ കർത്താവെ നിന്റെ ദൂതനെ അയക്കുകയാണ്. അവിടുത്തെ നാമത്തിൽ, അവിടുത്തെ യേശുവിന്റെ നാമത്തിൽ, അവിടുത്തെ പിതാവിന്റെ നാമത്തിൽ, പുത്രന്റെ നാമത്തിൽ ആ ദൂതനെ റിലീസ് ചെയ്യുകയാണപ്പാ. ആ മകളായിരിക്കുന്ന സ്ഥാനത്തേക്ക് ഇറങ്ങിച്ചെന്ന് കർത്താവെ ഇപ്പോൾ തന്നെ രോഗസൗഖ്യം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മദ്യപാനം മൂലം കർത്താവെ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജൻ, ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ ഇതിന്റെ സമീപത്തായിട്ട് ആ മകൻ ഭവനത്തിലായിരിക്കുന്നു. ആ മദ്യപാനത്തിൽ നിന്ന് അദ്ദേഹത്തെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അദ്ദേഹം നാളുകളായി ആഗ്രഹിക്കുന്നു മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന്. ഇപ്പോൾ ആ ദൂതനെ റിലീസ് ചെയ്യണപ്പാ. യേശുവിന്റെ നാമത്തിൽ അദ്ദേഹത്തിന്റെ കാവൽ ദൂതൻ ഈ സമയം കടന്നു ചെന്ന് ആ മകനെ മദ്യപാനത്തിൽ നിന്നും എടുക്കുന്ന അത്ഭുതം നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് നീ ആ മദ്യം രുചി നോക്കുവാൻ കഴിയാതെ വണ്ണം അത്ഭുതകരമായ ഒരു സ്വാതന്ത്ര്യം അവിടുന്ന് പ്രഖ്യാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ, ഞങ്ങളുടെ സമീപത്തിപ്പോൾ ചില രോഗത്താൽ ആരെങ്കിലും ബുദ്ധിമുട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായി വിടുതൽ അവിടുന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന ദൂതനോടുന്ന് ഈ സമയം ഇറങ്ങി നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ കർത്താവെ. ചില പരിയുടെ പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ. ചില രോഗബാധകൾ ഞങ്ങളെ വിട്ട് മാറട്ടെ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, രോഗബാധകൾ ഞങ്ങളെ വിട്ട് നീങ്ങട്ടെ. ഞങ്ങളുടെ ശരീരങ്ങളിൽ പൂർണ്ണ സൗഖ്യം ഇറങ്ങട്ടെ. ഞങ്ങളുടെ മനസ്സിലും ആത്മാവിലും ബലം ഉണ്ടാവട്ടെ അപ്പ. ഹല്ലേലൂയ. ആരോഗ്യമുള്ളവരായി ഞങ്ങൾ മാറട്ടെ അപ്പ.
ഞങ്ങളുടെ ദേശത്ത് സന്ദർശിച്ചതിന് നന്ദി. ഇവിടുത്തെ ദൂതന്മാർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ ഏകരല്ല എന്നുള്ള ഉറപ്പും ബലവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പനെ മുഖാമുഖം കാണുന്നത് വരെയും ദൂതന്മാരോട് ചേർന്ന് അപ്പനെ ആരാധിക്കുന്ന ആ സൈന്യത്തോട് ചേർന്ന് കർത്താവെ നിന്നെ ആരാധിക്കട്ടെ കർത്താവെ. ഞങ്ങളെ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് സ്വർഗത്തിലെ അപ്പനെ ആരാധിക്കട്ടെ. ആത്മാവിൽ ആരാധന ഉണ്ടാവട്ടെ, ആത്മാവിൽ ബലം ഉണ്ടാവട്ടെ, ആത്മാവിൽ ജീവൻ ഉണ്ടാകട്ടെ, ആത്മാവിന്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ കർത്താവെ. പ്രാണന്റെ അരിഷ്ടതകൾ സൗഖ്യമാവട്ടെ അപ്പ. ഞങ്ങളുടെ ശരീരത്തിന്റെ ബലഹീനതകൾ സൗഖ്യമാവട്ടെ അപ്പ. അവിടുത്തെ രക്തത്തിന് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ക്രൂശമരണത്തിന് നന്ദി അപ്പ. അവിടുന്ന് അവസാനത്തിലുള്ള രക്തം വരെ ഊറ്റി തന്നതിന് നന്ദി അപ്പ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാണ് പിതാവേ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. ഇത്രയും സമയം നമുക്ക് വചനത്തിന് മുമ്പിലായിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, തുടർന്ന് നാം പ്രാർത്ഥനയിൽ ഓർക്കുക. പ്രാർത്ഥനാ വിഷയങ്ങളിൽ പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും ഓരോരുത്തരെയും ഓർക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമ്പന്നവും സഹവാസവും നാം എല്ലാവരോടും നാം വിട്ടുപോന്നിട്ടുള്ള ഭവനങ്ങളോടും നമ്മുടെ ഭവനങ്ങളായിരിക്കുന്നവരോടൊപ്പം എന്നും നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.